ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. നമ്മൾ അവസാനത്തെ സെക്ഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് മൊഡ്യൂളിലെ അവസാനത്തെ സെക്ഷനിലോട്ട് നമ്മൾ ഏകദേശം എത്തി. നമുക്ക് ഒരു 2-3 ക്ലാസ് കൂടി കൊണ്ട് നമുക്ക് ഈ മൊഡ്യൂൾ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ കഴിയും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡൗട്ട് സെക്ഷൻ പോലെ വെക്കണം. അതിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് കമ്പൈൻഡ് ഒന്ന് ഡിസ്കസ് ചെയ്യണം ഈ ഫസ്റ്റ് മൊഡ്യൂളിലെ കാര്യങ്ങൾ. ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളും പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ വൈസ് ഡിഫറൻസ് എങ്ങനെയായിരുന്നു, ഒരു ട്രാൻസ്ഫോമറിൻ്റെ EMF ഇൻഡ്യൂസ് ചെയ്ത EMFൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു, ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ എങ്ങനെയാണ്, ഒരു ട്രാൻസ്ഫോമർ നോ ലോഡ് കണ്ടീഷനിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു, അതിനുശേഷം എന്താ പറഞ്ഞത്, ട്രാൻസ്ഫോമർ ലോഡഡ് കണ്ടീഷനിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്തെല്ലാം നമ്മൾ എന്ത് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വൈൻഡിങ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ മാഗ്നറ്റിക് ലീക്കേജ് ഫ്ലക്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണ്, വൈൻഡിങ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ലോഡ് കണ്ടീഷനിൽ ആക്ട് ചെയ്യുന്നുള്ള ഫേസർ അനാലിസിസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇത് നമുക്ക് പഠിക്കാനുള്ള പുതിയൊരു ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ് പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പം ആദ്യം കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ചതിൻ്റെ അവസാനത്തെ പോർഷൻ ഞാൻ പറയുകയാണ്. നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുക്കും അല്ലേ, ഒരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, സപ്ലൈ വോൾട്ടേജ് V1 അപ്ലൈ ചെയ്യുകയാണ് ഇല്ലേ, നമ്മൾ പ്രൈമറി സൈഡ് എന്ന് പറയുന്നു. അവിടെ നമ്മൾ എന്തുണ്ട്, വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, R1 എന്ന് ഞാൻ വിളിക്കുകയാണ്. ഇത് പോകുന്ന കറണ്ടാണ് I1 എന്ന് പറയുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുകയാണ് പ്രൈമറി സൈഡ് അല്ലേ. നമ്പർ ഓഫ് ടേൺസ് N1 ഉണ്ട്, EMF ഇൻഡ്യൂസ് ചെയ്ത് E1 ആണ്, അതെല്ലാം ഉണ്ട്. സെക്കൻഡറി സൈഡിൽ വൈൻഡിങ് റെസിസ്റ്റൻസ് R2 ഞാൻ കൺസിഡർ ചെയ്തു അല്ലേ, വൈൻഡിങ് ആണ് അല്ലേ, വൈൻഡിങ്ങിന് ഉറപ്പായിട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. ഞാൻ സെക്കൻഡറി സൈഡിൽ എന്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്, ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ലോഡ് സെക്കൻഡറി സൈഡിൽ കണക്ട് ചെയ്തു. ഫ്ലോ ചെയ്ത കറണ്ട് ആണ് I2. വോൾട്ടേജ്, ടെർമിനൽ വോൾട്ടേജ് V2 അല്ലേ. EMF ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രൈമറി ഇൻഡ്യൂസ് ചെയ്തത് എന്താണ്, E1. സെക്കൻഡ് ഇൻഡ്യൂസ് ചെയ്ത EMF ആണ് E2. നമ്പർ ഓഫ് ടേൺസ് ആണ് N1, N2 ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ പോർഷനിലോട്ട് വരാം. നമുക്ക് ഇന്ന് പ്രധാനമായും പഠിക്കേണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയൊരു കാര്യമാണ്. അതായത് എൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ എനിക്ക് 2 സൈഡ് ഉണ്ട്, പ്രൈമറി സൈഡ്, സെക്കൻഡറി സൈഡ്, അല്ലെങ്കിൽ സപ്ലൈ സൈഡ്, ലോഡ് സൈഡ്. ഇതിൻ്റെ അകത്തുള്ള പാരാമീറ്റേഴ്സിന് എനിക്ക് എന്ത് ചെയ്യാം, എയ്തർ വൺ സൈഡിലേക്ക് എനിക്ക് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സെക്കൻഡറി വൈൻഡിങ്ങിലുണ്ടായ ഈ റെസിസ്റ്റൻസിനെ എനിക്ക് എന്ത് ചെയ്യാം, പ്രൈമറിയിലേക്ക് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. വി ക്യാൻ ട്രാൻസ്ഫർ ദി സെക്കൻഡറി റെസിസ്റ്റൻസ് R2 ഫ്രം സെക്കൻഡറി ടു പ്രൈമറി. എന്തിനാണ് നമ്മളങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഷിഫ്റ്റ് ചെയ്യുന്നത്? എൻ്റെ കാൽക്കുലേഷൻസ് എളുപ്പമാക്കാൻ വേണ്ടിയാണ്. ന്യൂമറിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ എൻ്റെ കാൽക്കുലേഷൻസ് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എയ്തർ വൺ സൈഡിലേക്ക് എനിക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ കയ്യിലുള്ള ട്രാൻസ്ഫോമറിനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ അകത്തുള്ള റെസിസ്റ്റൻസ് വാല്യൂവെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു സൈഡിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കറണ്ട് ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, വോൾട്ടേജ്, ലീക്കേജ്, മാഗ്നറ്റിക് ലീക്കേജ്, റിയാക്റ്റൻസ്, ഇതിലെല്ലാം എന്ത് ചെയ്യാം, എയ്തർ വൺ സൈഡിലേക്ക്, സെക്കൻഡറിൽ നിന്ന് പ്രൈമറിയിലേക്കോ പ്രൈമറിയിൽ നിന്ന് എന്ത് ചെയ്യാം, സെക്കൻഡറിയിലേക്കോ എനിക്ക് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്യാം. എന്നിട്ടാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നത്, എൻ്റെ കാൽക്കുലേഷൻസ് എളുപ്പമാകാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് എളുപ്പമായി വന്നത് എന്നുള്ള കാര്യം കുറച്ചുകൂടെ കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോഴുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇത് എളുപ്പമാകാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, റെസിസ്റ്റൻസിനെ ആവട്ടെ, ഈ പാരാമീറ്റേഴ്സിനെ എല്ലാം എനിക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചോ ഞാൻ ചെയ്യും. പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലോട്ടോ അല്ലെങ്കിൽ സെക്കൻഡറിൽ നിന്ന് പ്രൈമറിയിലേക്കോ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും ഈ പാരാമീറ്റേഴ്സിനെ എല്ലാം. ഓക്കെ, അപ്പോൾ ആദ്യം പറയാൻ പോകുന്ന കാര്യം, റെസിസ്റ്റൻസിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. പ്രൈമറി സൈഡിൽ റെസിസ്റ്റൻസും സെക്കൻഡറി സൈഡിൽ റെസിസ്റ്റൻസും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് റെസിസ്റ്റൻസിനൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ട് നമുക്ക് എന്തിലോട്ട് പോകാം, മാഗ്നറ്റിക് ലീക്കേജിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, എനിക്ക് എയ്തർ സൈഡിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷെ അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായിരിക്കും, അതിൻ്റെ ലോസ് ഉണ്ടാക്കുന്നത്. ഇപ്പം സപ്പോസ് ഈ റെസിസ്റ്റൻസ് R2 സെക്കൻഡറിയിൽ ഉണ്ടാക്കുന്ന എന്ത് ലോസ്, I²R ലോസ്, കോപ്പർ ലോസ് ഇല്ലേ. സെക്കൻഡറി വൈൻഡിങ്ങിൽ എന്തായാലും റെസിസ്റ്റൻസ് കാരണം എന്തുണ്ടാകും, ഒരു കോപ്പർ ലോസ് ഉണ്ടാകും.
ഓക്കെ. അതുപോലെ തന്നെ എന്തുണ്ടാവും, ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും, കോപ്പർ ലോസും ഉണ്ടാകും, വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. ഇതിനൊന്നും എന്ത് വരാൻ പാടില്ല, മാറ്റം വരാൻ പാടില്ല. ഞാൻ പ്രൈമറിയിലേക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുകയും വേണം. അപ്പോൾ എന്തിനാ ഞാൻ പ്രൈമറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണേ? അതിനുശേഷം എനിക്ക് എല്ലാ പാരാമീറ്റേഴ്സും പ്രൈമറിയിലായി കഴിഞ്ഞാൽ എനിക്ക് ഒരു സൈഡ് മാത്രം എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അത് ഏത് കേസിലാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇപ്പം തൽക്കാലം ഇത് മാത്രം മനസ്സിലാക്കുക. എനിക്ക് പാരാമീറ്റേഴ്സിനെ എല്ലാം ഏതെങ്കിലും ഒരു സൈഡിലേക്ക്, എയ്തർ പ്രൈമറി ഓർ സെക്കൻഡറി, വി ക്യാൻ ഷിഫ്റ്റ് ഓർ വി ക്യാൻ ട്രാൻസ്ഫർ ഫോർ അവർ ഈസിനെസ് ടു സോൾവ് ദ പ്രോബ്ലംസ്. നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അനാലിസിസ് പാർട്ട് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് പറയാനായിട്ട് ഇപ്പം ഞാൻ സപ്പോസ് ഞാൻ എന്തെടുക്കുകയാണ്, ഇവിടുത്തെ റെസിസ്റ്റൻസ് R2 ആയിരുന്നു. ഇവിടെ ഉണ്ടാകുന്ന കോപ്പർ ലോസ് എങ്ങനെയായിരുന്നു? കോപ്പർ ലോസ് ഇൻ സെക്കൻഡറി ഈക്വൽസ് ടു എന്തായിരുന്നു? I2 സ്ക്വയർ R2 ആയിരുന്നു അല്ലേ, I സ്ക്വയർഡ് R. ഞാൻ ഈ റെസിസ്റ്റൻസിന് എന്ത് ചെയ്യുകയാണ്, ഞാൻ ഈ റെസിസ്റ്ററിനെ എടുത്ത് പ്രൈമറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിലായിട്ട് വരയ്ക്കാം. ഓൾറെഡി ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ആ റെസിസ്റ്റൻസിനെ R1 ഇല്ലേ, സപ്ലൈ വോൾട്ടേജ് ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വരയ്ക്കുന്നില്ല, കാരണം എനിക്കിവിടെ ഞാൻ എൻ്റെ കൺസിഡറേഷൻ അതൊന്നും വരണ്ട അല്ലേ. സെക്കൻഡറിയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, R2 എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് സെക്കൻഡറി സൈഡ് ഉണ്ടായിരുന്നു. ഞാൻ ഈ റെസിസ്റ്റൻസിന് എന്ത് ചെയ്യുകയാണ്, പ്രൈമറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ റെസിസ്റ്റൻസ് R2 ഞാൻ പ്രൈമറി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, റെസിസ്റ്റൻസിന് നമ്മൾ വരയ്ക്കുകയാണ്. ആ റെസിസ്റ്റൻസിന് ഞാൻ കൊടുക്കുന്ന നൊട്ടേഷനാണ് R2 ഡാഷ്. ഇനി എനിക്ക് എന്ത് ചെയ്യാം, സെക്കൻഡിലുള്ള റെസിസ്റ്റൻസിനെ ഡിലീറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ വരച്ച R2 ഡാഷ് എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് വരച്ചത്. R2 ഡാഷിനെ വിളിക്കുന്ന പേരാണ് എന്താണ്, ഇക്വലന്റ് റെസിസ്റ്റൻസ്, ഇക്വലന്റ് റെസിസ്റ്റൻസ്, ഇക്വലന്റ് സെക്കൻഡറി റെസിസ്റ്റൻസ് അല്ലെ. സെക്കൻഡ് റെസിസ്റ്റൻസ് ആയിരുന്നു അല്ലേ. റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി. സെക്കൻഡറിൽ ഉണ്ടായിരുന്ന റെസിസ്റ്ററിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്, പ്രൈമറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അത് നമ്മൾ നൊട്ടേറ്റ് ചെയ്ത ലെറ്റർ R2 ഡാഷ്. നൊട്ടേഷൻ ശ്രദ്ധിക്കണം, നമ്മൾ കോമൺ ആയിട്ടുള്ള നൊട്ടേഷനാണ് നമ്മൾ യൂസ് ചെയ്യണേ. ഇപ്പോൾ പ്രൈമറിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ എന്താ നൊട്ടേറ്റ് ചെയ്തു, R2 ഡാഷ് എന്ന് ഞാൻ നൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് ഇക്വലന്റ് സെക്കൻഡറി റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് നമ്മൾ വിളിക്കും. എഫക്റ്റീവ് സെക്കൻഡറി റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി എന്ന് പറയും. ഇനി ഞാനിത് റെസിസ്റ്റൻസിനടുത്ത് ഇവിടെ കൊണ്ട് വരച്ചു, നൊട്ടേഷൻ R2 ഡാഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി കഴിയുമോ? ഇല്ല. എനിക്ക് എന്ത് കൺസിഡർ ചെയ്യണം, ഈ റെസിസ്റ്റൻസ് സെക്കൻഡിൽ ഇരുന്നപ്പോൾ എത്രയായിരുന്നോ ലോസ് ഉണ്ടായിരുന്നേ, അതേ ലോസ് തന്നെ എനിക്കിവിടെയും കൺസിഡർ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് തിരിച്ചു വീണ്ടും പഴയ സ്ലൈഡിലേക്ക് പോവുകയാണ്. കോപ്പർ ലോസ് ഇൻ സെക്കൻഡറി എന്തായിരുന്നു, I സ്ക്വയർഡ് R. I2 എന്ന് പറഞ്ഞ കറണ്ടാണ് സെക്കൻഡറി പോയത്, I2 സ്ക്വയർ R2 ആയിരുന്നു. ഞാനിനി എന്തിലോട്ട് മാറ്റുകയാണ്, ഈ റെസിസ്റ്റൻസിനെ പ്രൈമറിയിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവിടെ എന്തെന്നാ ഞാൻ വിളിച്ചേ, ഇവിടെ റെസിസ്റ്റൻസ് ഇവിടെ എങ്ങനെ വിളിച്ചു അല്ലേ. ഇവിടെ ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് R1 ഉണ്ട്, അതിൻ്റെ കൂടെ ഞാൻ പുതിയ റെസിസ്റ്റൻസ് എടുത്ത് വെച്ചു അല്ലേ, R2 ഡാഷ്. എനിക്ക് എന്ത് ചെയ്യാം, ഈ റെസിസ്റ്റൻസ് മാറ്റാം, ഒഴിവാക്കാം അല്ലേ. ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും, ഇനി ഞാൻ ഫുള്ള് കാൽക്കുലേഷനും ചെയ്യുന്നത് പ്രൈമറി സൈഡ് മാത്രം വെച്ചിട്ടായിരിക്കും എൻ്റെ ബാക്കി അനാലിസിസ് പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു സൈഡിലേക്ക് കൊണ്ടുപോയത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതേ റെസിസ്റ്റൻസ് പ്രൈമറിയിൽ വന്നു കഴിഞ്ഞാൽ എത്രയാണ് കോപ്പർ ലോസ് ഉണ്ടാകുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? I1 കറണ്ടാണ് ഇവിടെ ഫ്ലോ ചെയ്യുന്നത് അല്ലേ. I1 ഇൻറ്റു
R2 dash I squared R. കോപ്പർ ലോസ് ആകുമ്പോൾ I squared R. I1 R2 dash എന്ന് പറഞ്ഞ ലോസ് ആണ്, കോപ്പർ ലോസ് ആണ്. ഈ റെസിസ്റ്റൻസ് ഞാൻ പ്രൈമറി കൊണ്ടുപോയപ്പോൾ ആക്ട് ചെയ്യുന്ന കോപ്പർ ലോസ്. ഇത് എന്തിന് ഈക്വൽ ആകണം? നേരത്തെ ഓൾറെഡി ഈ റെസിസ്റ്റൻസ് സെക്കൻഡറി ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന I2 സ്ക്വയർ R2വിന് ഈക്വൽ ആയിരിക്കണം. ഇതേ ഉള്ളൂ കണ്ടീഷൻ. കോപ്പർ ലോസ് സെക്കൻഡിൽ ഇരുന്നപ്പോൾ എത്രയായിരുന്നോ അത് കൺസ്യൂം ചെയ്തത്, അതേ ലോസ് തന്നെ പ്രൈമറി പോകുമ്പോഴും കൺസിഡർ ചെയ്യാനായിട്ട് എടുക്കണം, അല്ലെങ്കിൽ കാൽക്കുലേഷൻ തെറ്റിപ്പോകും അല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു പാരാമീറ്ററിനെ ഷിഫ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇപ്പം എന്തായി മാറി? I1 സ്ക്വയർ ഈക്വൽസ് ടു I1 സ്ക്വയർ R2 ഡാഷ് ഈക്വൽസ് ടു I2 സ്ക്വയർ R2 എന്നായി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഷിഫ്റ്റ് ചെയ്തത് R2 ഡാഷ് അല്ലേ. R2 ഡാഷ് ഈക്വൽസ് ടു എനിക്ക് എന്തെന്ന് എഴുതാം? I1 സ്ക്വയർ അപ്പർ സൈഡിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ I2 ഓൾറെഡി ഉണ്ട്, I2 ബൈ I1 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു R2. ഇനി ഞാൻ I0 ഒക്കെ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ I0 നെഗ്ലക്റ്റിംഗ് I0 അങ്ങനെയാണെങ്കിൽ I2 ഡാഷ് ഒക്കെ എന്തായിട്ട് മാറും? I2ന്റെ വാല്യൂ ആയിട്ടൊക്കെ മാറും അല്ലേ. അതുപോലെ I1 എന്ന് വെച്ച് കഴിഞ്ഞാൽ I0 ഉണ്ടാവില്ല, I1ന്റെ വാല്യൂ I2 ഡാഷ് മാത്രമായിട്ട് മാറും. നമ്മൾ പണ്ട് നേരത്തെ പഠിച്ചാണ്. അങ്ങനെയാണെങ്കിൽ I2 ബൈ I1ന്റെ വാല്യൂ എന്തായിട്ട് മാറും? I2 ബൈ I1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽസ് ടു 1 ബൈ K ആണ് അല്ലേ. 1 ബൈ K. I2 ബൈ I1 ബൈ I2 ആയിരുന്നു K. I2 ബൈ I1 എന്തായി മാറും? 1 ബൈ K ദ ഹോൾ സ്ക്വയർ ഉണ്ട് അല്ലേ, സ്ക്വയർ ഇൻറ്റു R2. ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ? R2 ഡാഷിൻ്റെ ഇക്വേഷൻ. അതായത് ഞാൻ ഈ R2 ഡാഷിനെ ഇവിടെ ഉണ്ടായിരുന്ന R2വിനെ പ്രൈമറി സൈഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്നെ വിളിച്ച പേരാണ് ഇക്വലന്റ് സെക്കൻഡറി റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി എന്ന് നമ്മൾ അതിനെ വിളിച്ചു. അതിന്റെ വാല്യൂ എങ്ങനെയാണ് കിട്ടുക? R2 ഡാഷ് ഈക്വൽസ് ടു I2 ബൈ I1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു R2. R2വിനെയാണ് ഞാൻ കൊണ്ടുവന്നത് അല്ലേ. I2 ബൈ I1 സെക്കൻഡറി കറണ്ട് ഡിവൈഡ് ബൈ പ്രൈമറി കറണ്ട് ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതാം, 1 ബൈ K സ്ക്വയർ R2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം സിമ്പിൾ ആയിട്ട്, R2 ബൈ K സ്ക്വയർ എന്ന് എഴുതാം. എന്തിനെ? R2 ഡാഷിനെ. ഓക്കെ, അങ്ങനെ എനിക്ക് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ R2 ഡാഷിന്റെ വാല്യൂ എനിക്ക് കിട്ടും. K അറിയാമെങ്കിൽ, വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K അറിയാമെങ്കിൽ, സെക്കൻഡ് റെസിസ്റ്റൻസ് ഇത്രയാണെങ്കിൽ എനിക്ക് പ്രൈമറി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ബൈ K സ്ക്വയർ ചെയ്താൽ മതി. ഇക്വേഷൻ എല്ലാവരും ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. എങ്ങനെ കിട്ടി എന്നുള്ള കാര്യം കോപ്പർ ലോസിന്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. സെക്കൻഡ് ഉണ്ടായിരുന്നപ്പോൾ എത്രയായിരുന്നു കോപ്പർ ലോസ്, പ്രൈമറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ എത്രയായിരുന്നു കോപ്പർ ലോസ്, കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ R2 ഡാഷ് ഈക്വൽസ് ഇക്വേഷൻ ഈക്വൽസ് ടു R2 ബൈ K സ്ക്വയർ ചെയ്ത കിട്ടുന്ന വാല്യൂ എടുത്ത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ ഓൾറെഡി കറണ്ട് ഫ്ലോ ചെയ്യുന്നതാണ് I1, ഇവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് ആണ് V1, എല്ലാം ഇവിടെ ഉണ്ട് അല്ലേ. സെക്കൻഡ് ഉണ്ടായ റെസിസ്റ്റൻസ് പ്രൈമറിയിലോട്ട് കൊണ്ടുവച്ചു. ഓക്കെ, എന്തിനാണ്? എൻ്റെ മാത്തമെറ്റിക്കൽ അനാലിസിസ്, എൻ്റെ അനാലിസിസ് പാർട്ട് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊരു എയിം എനിക്കിവിടെ ഇല്ല. അത് എങ്ങനെയാണെന്നുള്ള അത് ഇനി ഓരോന്നായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാകും എങ്ങനെയാണ് നമുക്ക് എളുപ്പമായി. അപ്പം അതിൽ ഒരു സൈഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയാണ്. ഇതേപോലെ എനിക്ക് എന്തും ചെയ്യാം. പ്രൈമറിയിൽ ഉള്ള റെസിസ്റ്റൻസിനെ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം? സെക്കൻഡറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, പ്രൈമറിയിലുള്ള റെസിസ്റ്റൻസിനെ സെക്കൻഡറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുകയാണ്. അതായത് എനിക്കിപ്പോൾ കിട്ടിയ ആൻസറില്ലേ, ഈ കിട്ടിയ R1 R2 ഡാഷ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ R1 R2 ഡാഷ് സെക്കൻഡറിലാകുന്ന R2 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിനെ ഞാൻ പ്രൈമറിയിലേക്ക് കൊണ്ടുവന്നു, R2 ഡാഷ് എന്ന് നൊട്ടേറ്റ് ചെയ്തു, അതിൻ്റെ വാല്യൂവും കണ്ടുപിടിച്ചു. ഒരു R2 ഡാഷ് വന്നതുകൊണ്ട് സെക്കൻഡറിന്റെ ഒരു എഫക്റ്റിന് മാറ്റം വന്നിട്ടില്ല. കോപ്പർ ലോസ് ഒക്കെ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ഇവ രണ്ടിനെയും കൂടെ ചേർത്ത് ഞാൻ വിളിക്കുന്ന പേരാണ് R01 എന്ന് ഞാൻ നൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്, R01. R01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓർ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓർ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് പറയാം. referred to
പ്രൈമറി, അതായത് പ്രൈമറിയിലുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് റിഫേർഡ് ടു പ്രൈമറി എന്നാണ് എന്തിനെ വിളിക്കുന്നത്? R01 വിളിക്കുന്നത്. R01ന്റെ ഇക്വേഷൻ എന്താണ്? R01 ഈക്വൽസ് ടു എന്താണ്? R1 പ്ലസ് R2 ഡാഷ്. ദാറ്റ് ഈസ് ഈക്വൽസ് ടു R1 പ്ലസ് R2 ഡാഷിന്റെ ഇക്വേഷൻ എന്താണ്? R2 ബൈ K സ്ക്വയർ. ഇതാണ് ഇക്വലന്റ് റെസിസ്റ്റൻസ് റിഫേർഡ് ടു പ്രൈമറി. ഓക്കെ, R1 പ്ലസ് R2 ഡാഷ് ചെയ്യുമ്പോൾ അപ്പോൾ വീണ്ടും നമുക്ക് എന്തായി മാറി? ഒറ്റ റെസിസ്റ്റൻസ് ആയി മാറി. അത് ഞാൻ വീണ്ടും ഷോർട്ടാക്കി ഒറ്റ റെസിസ്റ്റൻസ് ആക്കി വെച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഇത്രയും കാൽക്കുലേഷൻ ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിനെ എല്ലാവരും കൺവേർട്ട് ചെയ്ത് എനിക്ക് ഒറ്റ റെസിസ്റ്റൻസ് ആയിട്ട് മാത്രം വരയ്ക്കാം. അപ്പോൾ എൻ്റെ ഇത്രയും R1 R2 എന്നൊക്കെ പറയുന്നതിനെല്ലാം ഷോർട്ടായിട്ട് ഒറ്റ റെസിസ്റ്റൻസിലോട്ട് മാറി. ഇക്വലന്റ് റെസിസ്റ്റൻസ് റിഫേർഡ് ടു പ്രൈമറി എന്ന് അതിൻ്റെ പേരും വിളിച്ചു. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ R01 മാത്രം എടുത്താൽ മതി. അപ്പോൾ അത് R1ന്റെ എഫക്റ്റും R2ന്റെ എഫക്റ്റും ബാലൻസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഇതേപോലെ എനിക്ക് എന്ത് ചെയ്യാം? സെക്കൻഡറിയിലുള്ള എന്തിനെയാണ് റെസിസ്റ്റൻസിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? സോറി, പ്രൈമറിയിലുള്ള റെസിസ്റ്റൻസിനെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം, സെക്കൻഡറിയിലോട്ട് ഇനി കൺവേർട്ട് ചെയ്യാം. സെക്കൻഡറി സൈഡിൽ ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് R2 ഉണ്ടായിരുന്നു അല്ലേ? ഓൾറെഡി ഉണ്ടായിരുന്നു. പ്രൈമറിയിൽ എന്തുണ്ടായിരുന്നു? R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. സോറി അല്ലേ? കറണ്ടൊക്കെ ഫ്ലോ ചെയ്യുന്നുണ്ട്, വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? കറണ്ടൊക്കെ ഫ്ലോ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം ബാക്കി എല്ലാ കാര്യമുണ്ട്. നമുക്ക് അതൊന്നും ഇവിടെ നമ്മുടെ എയിം അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഒഴിവാക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം പറയുന്നത്. കറണ്ട് ഉണ്ട്, വോൾട്ടേജ് ഉണ്ട്, ഇൻഡ്യൂസ് EMF ഉണ്ട്, എല്ലാം പറയാനുണ്ടാവും. ലോഡ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ലോഡ് ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ട് ഫ്ലോ ഉള്ളൂ സെക്കൻഡറിയിൽ. എങ്കിൽ മാത്രം റെസിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നോ ലോഡ് സമയത്ത് നമ്മളൊന്നും കൺസിഡർ കൂടി ചെയ്യുന്നുണ്ടായിരുന്നില്ല അല്ലേ? പോട്ടെ, എൻ്റെ എയിം എന്താണ്? പ്രൈമറിയിലുള്ള റെസിസ്റ്റൻസ് R1 എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം? സെക്കൻഡറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതാണ് എൻ്റെ എയിം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടേ? ഞാൻ അതിനടുത്ത് എങ്ങനെ വരയ്ക്കുകയാണ്? സെക്കൻഡറി സൈഡിലേക്ക് കൊണ്ടുവരച്ചു അല്ലേ? എങ്ങനെയാ അപ്പോൾ പേര് കൊടുക്കേണ്ടേ? R1 ഡാഷ് എന്നാണ് നൊട്ടേറ്റ് ചെയ്യണേ. R1 ഡാഷ് നൊട്ടേഷൻ തിരിഞ്ഞു പോകുക, കാരണം നമുക്ക് ജനറൽ ആയിട്ട് നമ്മൾ നൊട്ടേറ്റ് ചെയ്ത് പോകുന്നതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് നമുക്ക് ഒഴിവാക്കാം അല്ലേ? ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് നമ്മൾ ഒഴിവാക്കി, ബാക്കി എല്ലാണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്? പ്രൈമറിയിൽ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസിനെ സെക്കൻഡറിലോട്ട് കൊണ്ടുവരുന്നത് എന്തിനായിരിക്കും? ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഞാൻ അനാലിസിസ് ചെയ്യുന്നത് സെക്കൻഡറി പാർട്ടിലായിരിക്കും ഞാൻ അനാലിസിസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സെക്കൻഡറി പാർട്ടിൻ്റെ അകത്തായിരിക്കും ഫുള്ളായിട്ടുള്ള എന്താണ് റെസിസ്റ്റൻസും മാഗ്നറ്റിക് ലീക്കേജും കറണ്ടും വോൾട്ടേജ് എല്ലാം ഞാൻ ഒരു സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടായിരിക്കും ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായിരിക്കും എൻ്റെ എയിം അല്ലേ? അപ്പോൾ ഞാൻ എന്തായി ട്രാൻസ്ഫർ ചെയ്തു R1 ഡാഷ്. R1 ഡാഷിനെ വിളിക്കുന്ന പേരെന്താണ്? R1 ഡാഷ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇക്വലന്റ് എന്ത് റെസിസ്റ്റൻസ് ആണ്? എവിടെ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് ആയിരുന്നു? ഇക്വലന്റ് പ്രൈമറി റെസിസ്റ്റൻസ്. പ്രൈമറി ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് ആയിരുന്നു അല്ലേ? റിഫേർഡ് ടു എങ്ങോട്ട് റിഫർ ചെയ്തു? സെക്കൻഡറി. ഇക്വലന്റ് പ്രൈമറി റെസിസ്റ്റൻസ് റിഫേർഡ് ടു സെക്കൻഡറി. ഓക്കെ, ഇനി R1 ഡാഷ് കൊണ്ടുവന്നു. എനിക്ക് എന്ത് ചെയ്യണം? R1 ഡാഷിന് ഒരു വാല്യൂ കൊടുക്കണ്ടേ? ഞാൻ R1 എടുത്ത് ഇവിടെ കൊണ്ടുവച്ച് R1 ഡാഷ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ നീഡെല്ലാം മീറ്റ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? R1 ഡാഷ് നമുക്ക് 9 ചെയ്തു. നമുക്ക് അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം, അതെങ്ങനെ റിലേറ്റ് ചെയ്യുന്നുള്ള കാര്യം. R1 ഇവിടെ ഇരുന്നപ്പോൾ, പ്രൈമറി സൈഡ് ഇരുന്നപ്പോൾ ഇവിടെ ഫ്ലോ ചെയ്ത കറണ്ട് എന്തായിരുന്നു? I1 ആയിരുന്നു അല്ലേ? അപ്പോൾ അവിടുത്തെ കോപ്പർ ലോസ് എങ്ങനെയായിരുന്നു? കോപ്പർ ലോസ് ആദ്യം ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു? പ്രൈമറി സൈഡ് ഉണ്ടായിരുന്നത് I1 കറണ്ടാണ് ഫ്ലോ ചെയ്തത് അല്ലേ? ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്ത് എന്തായിരുന്നു? I1 കറണ്ടായിരുന്നു ഫ്ലോ ചെയ്തത്. റെസിസ്റ്റൻസ് ആയിരുന്നു R1. അപ്പോൾ അവിടുത്തെ വാല്യൂ എന്തായിരുന്നു? I1 സ്ക്വയർ R1. ഇതാണ് കോപ്പർ ലോസ്, I സ്ക്വയർഡ് R. ഞാൻ എങ്ങോട്ട് മാറ്റി? സെക്കൻഡറിയിലോട്ട് മാറ്റി. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന കറണ്ട് എന്താണ്? I2 സ്ക്വയർ. മാറ്റിയത് എന്താണ്? R1 ഡാഷിനെയാണ് മാറ്റിയത്. അപ്പോൾ ഈ രണ്ട് ലോസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഈ പ്രൈമറി ഇരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ലോസും സെക്കൻഡറിൽ ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലോസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ ഒന്ന് ഇക്വേറ്റ് ചെയ്തൂടെ? I2 സ്ക്വയർ R1 ഡാഷ് ഈക്വൽസ് ടു I1 സ്ക്വയർ R1. ദാറ്റ് ഈസ് ഈക്വൽസ് എനിക്ക് എങ്ങനെ എഴുതാം? R1 ഡാഷ് ഈക്വൽസ് ടു എന്താണ്? എനിക്ക് R1 ഡാഷ് അല്ലേ വേണ്ടേ?
അല്ലേ? R1 dash equals to I1 by I2 the whole square, രണ്ടിനും സ്ക്വയർ ഉണ്ട്, ഇൻറ്റു R1. ദാറ്റ് ഈസ് ഈക്വൽസ് ടു I1 by I2 എനിക്ക് എന്തെന്ന് എഴുതാം? K, അല്ലേ? K സ്ക്വയർ ഇൻറ്റു R1. R1 ഡാഷിൻ്റെ ഇക്വേഷൻ ആണ് എന്ത്? ഈക്വൽസ് ടു K സ്ക്വയർ ഇൻറ്റു R1. ഈ വാല്യൂ എടുത്ത് സെക്കൻഡറി സൈഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്തായി? സെക്കൻഡറി സൈഡിലുള്ള റെസിസ്റ്റൻസ് ഇക്വലന്റ് പ്രൈമറി റെസിസ്റ്റൻസ് റെഫേർഡ് ടു സെക്കൻഡറി എന്നായി. ഓക്കെ, ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണ്? സെക്കൻഡറി റെസിസ്റ്റൻസിനെ പ്രൈമറിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വോൾട്ടേജ് റേഷ്യോയുടെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ പ്രൈമറി റെസിസ്റ്റൻസിനെ സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഒരു എന്താണ് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടാണ്. ഇക്വേഷൻ മാത്രം ബൈ ഹാർട്ട്, കൺഫ്യൂഷൻ വരരുത്. എന്തായാലും ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയുടെ സ്ക്വയർ ആണെന്ന് മനസ്സിലായി. K സ്ക്വയർ, I സ്ക്വയർ R ആയിരുന്നു, അപ്പോൾ K സ്ക്വയർ വരണം. മൾട്ടിപ്ലൈ ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ? പ്രൈമറിയിലെ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസിനെ സെക്കൻഡറിയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം K സ്ക്വയർ കൊണ്ട്. സെക്കൻഡറിൽ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസിനാണ് പ്രൈമറിലോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ K സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, തിരിഞ്ഞു പോകരുത്. ഇതേ കണ്ടീഷൻ തന്നെ ആയിരിക്കും മാഗ്നറ്റിക് ലീക്കേജ് നമ്മൾ പഠിക്കുമ്പോഴും ഉണ്ടാവുന്നത്. പക്ഷേ വോൾട്ടേജ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് K സ്ക്വയർ ഉണ്ടാവില്ല, K കൊണ്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ആവശ്യം വരുന്ന സമയത്ത് പറയാം. തൽക്കാലം നമുക്ക് പഠിക്കാനുള്ളത് ഇനിയിപ്പോൾ ഇവിടത്തെയും ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണ്ടേ, ടോട്ടൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്കൊന്ന് കണ്ടുപിടിക്കണ്ടേ? കഴിഞ്ഞ നമ്മൾ കണ്ടുപിടിച്ച കണക്ക് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? R2-ഉം R1 ഡാഷിനെയും കൂടെ ചേർത്ത് ഞാൻ പറയുന്ന പേരാണ് R02 എന്ന് ഞാൻ നൊട്ടേറ്റ് ചെയ്യും. R02 എന്ന് വെച്ചാൽ എന്താണ്? വിളിക്കുന്ന പേരെന്താ? ഇക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു ഏത് സൈഡാ? സെക്കൻഡറി. ഇക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു സെക്കൻഡറി, അതിനെ വിളിക്കുന്ന പേരാണ് R02. R02ന്റെ ഇക്വേഷൻ എങ്ങനെയാ കിട്ടുക? R02 ഈക്വൽസ് ടു R2 പ്ലസ് R1 ഡാഷ്. ഇത് ജനറൽ ആയിട്ട് നോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽസ് ടു R2 പ്ലസ് R1 ഡാഷിന്റെ ഇക്വേഷൻ എന്താ? K സ്ക്വയർ R1. ഇതാണ് ഇക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു സെക്കൻഡറി. ഇനി ഞാൻ സെക്കൻഡറി സൈഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, എനിക്ക് R02 മാത്രമേ എഴുതിയാൽ മതി പ്രോബ്ലം ചെയ്യുമ്പോൾ. അപ്പോൾ അത് പ്രൈമറി റെസിസ്റ്റൻസിനെ കൺസിഡർ ചെയ്തതായി, സെക്കൻഡറി റെസിസ്റ്റൻസിനെ കൺസിഡർ ചെയ്തതായി, അത് രണ്ടും ചേർന്നുള്ള വാല്യൂ ആണ് നമ്മൾ എഴുതുന്നത്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചൊന്ന് മനസ്സിലാകും. ഇത് ഞാനിപ്പോൾ ചെയ്തത് എന്താ? പാരാമീറ്ററിനെ ഷിഫ്റ്റ് ചെയ്യാന്ന് ചെയ്തത്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ വൈൻഡിങ് റെസിസ്റ്റൻസിനെ ഷിഫ്റ്റ് ചെയ്തു. എന്തിനാ ഷിഫ്റ്റ് ചെയ്തേ? എൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ എനിക്ക് എളുപ്പമാകും, എൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് എളുപ്പമാകും. പ്രാക്ടിക്കൽ കേസിൽ രണ്ട് സൈഡിലും റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ? രണ്ട് സൈഡിലും ലീക്കേജ് ഉണ്ടാവും, ലീക്കേജ് റിയാക്റ്റൻസ് ഉണ്ടാവും. പക്ഷെ ഞാൻ അതിൽ ഒരു സൈഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാൽക്കുലേഷൻ എളുപ്പമാകും. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ മറ്റു സൈഡിൽ ഉണ്ടായിരുന്ന അതേ പാരാമീറ്റേഴ്സിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെയും ബിഹേവ് ചെയ്യണം. അതേ ലോസ്, അതേ വോൾട്ടേജ് ഡ്രോപ്പ് എല്ലാം അത് കണക്ക് തന്നെ ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാ ആൾക്കാരും ഇതൊന്നും എന്ത് ചെയ്യുക, ഒന്നുകൂടെ നോട്ട് ചെയ്ത് മനസ്സിലാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കറണ്ടും വോൾട്ടേജും EMF-ഉം നമ്പർ ഓഫ് ടേൺസും എല്ലാം ഉണ്ട് ട്രാൻസ്ഫോമറിൻ്റെ അകത്ത്, ലോഡും എല്ലാം ഉണ്ടാവും. ഞാനതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഇക്വലന്റ് റെസിസ്റ്റൻസ് മാത്രം ഉള്ള ടോപ്പിക്കാണ് ഞാൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇതെല്ലാവരും നന്നായിട്ടൊന്നും നോക്കുക. ഇനി നമുക്ക് ഇതേപോലെ നമുക്ക് മുന്നോട്ട് പഠിക്കാനുള്ളതാണ് എന്ത്? മാഗ്നറ്റിക് ലീക്കേജ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. അതിൻ്റെ കൂടെ കുറച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൂടി ഞാൻ പറയാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ഇതാണ്, വൈൻഡിങ് റെസിസ്റ്റൻസ് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രോബ്ലം ഫേസ് ഡയഗ്രത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അല്ലേ? പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട് എല്ലാം കൂടെ ചേർത്തുകൊണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? മാഗ്നറ്റിക് ലീക്കേജ് കൺസിഡർ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇനി എന്ത് പറയുന്നില്ല, വൈൻഡിങ് റെസിസ്റ്റൻസിന്റെ കാര്യം ഞാൻ സംസാരിക്കുന്നില്ല, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്? മാഗ്നറ്റിക് ലീക്കേജ് ആണ്. ഞാനൊരു സപ്ലൈ വോൾട്ടേജ് കൊടുത്തു ഇല്ലേ? കറണ്ട് ഫ്ലോ ചെയ്തു, I1 ഫ്ലോ ചെയ്തു എന്നിരിക്കട്ടെ. ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് I2 ഫ്ലോ ചെയ്തു. ഈ സമയത്ത് എന്തുണ്ടാവും? ഇവിടെ എന്തായാലും പ്രൈമറിയിൽ അത് എന്താണ് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകും.
ഒരു മെയിൻ ഫ്ലക്സ് 5 കൊണ്ട് അല്ലേ, അത് സെക്കൻഡറി ലിങ്ക് ചെയ്ത് EMF ഇൻഡ്യൂസ് ചെയ്ത് E2 ഒക്കെ അല്ലേ, ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇനി ഇത് കൂടാതെ എന്തുണ്ടാവും, ഇവിടെ ഉണ്ടാവുന്ന മുഴുവൻ ഫ്ലക്സ് എന്ത് ചെയ്യില്ല, സെക്കൻഡറിയിൽ എന്ത് ചെയ്യില്ല, ഇൻഡ്യൂസ് ചെയ്യില്ല. ഉറപ്പായിട്ട് എന്തുണ്ടാവും, ഒരു ലീക്കേജ് ഫ്ലക്സ് ഉണ്ടാകും. ലീക്കേജ് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലീക്കേജ് നമ്മൾ പറയും, ഉറപ്പായിട്ടുണ്ടാവും. അതുപോലെ തന്നെ സെക്കൻഡറി സൈഡിൽ എന്തുണ്ടാവും, ഇവിടെ ഉണ്ടാകുന്നത് എന്ത് ചെയ്യും, ഒരു ലീക്കേജ് ഫ്ലക്സ് ഉണ്ടാവും ഇവിടെയും. കാരണം ഇത് വീണ്ടും എന്ത് ചെയ്യാണ്, സെക്കൻഡറി ഇവിടെ ഉണ്ടാവുന്ന വീണ്ടും പ്രൈമറിക്കകത്തൊരു ഇൻഡ്യൂസ്ഡ് EMFന് കാരണമാകും. അപ്പോൾ എന്താണ്, ഇവിടെ എന്തുണ്ടാവും, ഒരു ലീക്കേജ് ഫ്ലക്സ് ഉണ്ടാകും അല്ലേ. അപ്പോൾ ഈ ലീക്കേജ് ഫ്ലക്സ് അതൊരു ഡ്രോപ്പ് ആയിട്ടല്ലേ മാറുന്നത്, ഒരു ആക്ച്വൽ ട്രാൻസ്ഫോർമർ വളരെ മൈൻഡ് റേഷ്യോ ആയിരിക്കും, പക്ഷെ അതൊരു ഡ്രോപ്പ് തന്നെയല്ലേ ലീക്കേജ് ഫ്ലക്സ്. അപ്പോൾ നമ്മൾ അതിനെങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഈ ലീക്കേജ് ഫ്ലക്സ് ഞാൻ വിളിക്കുന്ന ലെറ്റർ ഇതാണ്, Φ(L1) ആണ് ലീക്കേജ് ഫ്ലക്സിനെ പ്രൈമറി സൈഡിലുള്ള ഞാൻ വിളിക്കുന്നത്. Φ(L1) ഇവിടെ ഉണ്ടാവുന്നത് Φ(L1), അത് സെക്കൻഡറി സൈഡിൽ ഉണ്ടാവുന്നതിന് എന്താണ്, Φ(L2) എന്ന് വിളിക്കുകയാണ്. ഇത് കാരണമായി ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ആണ്, അതാണ് എന്താണ് E(L1), ഇതാണ് E(L2). ഇതെന്താണ്, ഒരു സെൽഫ് ഇൻഡക്റ്റൻസ് ആയിരിക്കും, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ്, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF രണ്ട് സൈഡിൽ ഉണ്ടാകുന്നത്. അതായത് ഈ മാഗ്നറ്റിക് ലീക്കേജ് ഫ്ലക്സ് കാരണം ഉണ്ടാകുന്ന എന്താണ്, ഒരു സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യണേ, നമ്മൾ ഈ ഒരു ലീക്കേജ് ഫ്ലക്സ് നമ്മൾ എടുക്കുകയാണ് എങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഇതിന്റെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന എന്താണ്, ഇൻഡക്റ്റൻസ് ആണ്. ലീക്കേജ് എന്താണ്, റിയാക്റ്റൻസ്. നമ്മളൊരു പ്യുവർ ഐഡിയൽ ട്രാൻസ്ഫോമർ എടുത്തിട്ട് ഇൻഡക്റ്റീവ് കോയിൽസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫിനോമിന നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. ഈ ഒരു മാഗ്നറ്റിക് ലീക്കേജ് അല്ലെങ്കിൽ ലീക്കേജ് ഫ്ലക്സ് വി ക്യാൻ റെപ്രസെന്റ് ആസ് ആൻ ഇൻഡക്റ്റർ കോയിൽ വിത്ത് എ ഐഡിയൽ ട്രാൻസ്ഫോമർ. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് ഒരു ഇൻഡക്റ്റർ കോയിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, ഈ ഒരു മാഗ്നറ്റിക് ലീക്കേജ് ഫ്ലക്സിനെ എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, X1 എന്ന് പറഞ്ഞ ഒരു ലീക്കേജ് റിയാക്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മാഗ്നറ്റിക് ലീക്കേജ് റെപ്രസെന്റ് ചെയ്യുന്നത്. സെക്കൻഡറി സൈഡിലാണെങ്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, X2 എന്ന് പറഞ്ഞിട്ടാണ് ലീക്കേജ് റിയാക്റ്റൻസ് ഇൻ സെക്കൻഡറി. റെസിസ്റ്റൻസ് ഇൻ പ്രൈമറി, റെസിസ്റ്റൻസ് ഇൻ സെക്കൻഡറി R1 R2 പറയും പോലെ ഈ മാഗ്നറ്റിക് ലീക്കേജ് എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്നത് എന്ത് വെച്ചിട്ടാണ്, ഇൻഡക്റ്റൻസ് വെച്ചിട്ടാണ്. എങ്ങനെ നമ്മൾ പറയുക, ലീക്കേജ് റിയാക്റ്റൻസ്, ഇൻഡക്റ്റൻസിന്റെ എഫക്ട്, റിയാക്റ്റൻസ്, ലീക്കേജ് റിയാക്റ്റൻസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. X1ന്റെ ഇക്വേഷൻ എന്തായാലും കിട്ടുക, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാരണം എന്ത് തന്നെയായിരിക്കും, I1 എന്ന് പറഞ്ഞ കറണ്ട് തന്നെയായിരിക്കും ഈ എന്താണ് ലീക്കേജ് ഫ്ലക്സിന് കാരണം പ്രൈമറി. സെക്കൻഡറിക്ക് ഉണ്ടാകുന്ന എന്ത് തന്നെയായിരിക്കും, I2 എന്ന് പറഞ്ഞ കറണ്ട് തന്നെയായിരിക്കും. ഇപ്പോൾ X1ന്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ജനറൽ ആയിട്ടൊരു ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാം, എന്താണ് X1ന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ബൈ കറണ്ട്, വോൾട്ടേജ് എന്താണ് E(L1) ഡിവൈഡ് ബൈ I1 ആയിരിക്കും ഇക്വേഷൻ. ഇവിടെ X2ന്റെ ഇക്വേഷൻ എന്തായിരിക്കും പറയുക, E(L2) ഡിവൈഡ് ബൈ I2 ആയിരിക്കും. ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. അപ്പോൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് 2πfL എന്നൊക്കെ വരും, 2πfL1. L1 എന്ന് വെച്ചാൽ എന്താണ്, പ്രൈമറിയിൽ ഉണ്ടാവുന്ന ഇൻഡക്റ്റൻസ് വാല്യൂ, പ്രൈമറി കോയിലിന്റെ ഇൻഡക്റ്റൻസ് വാല്യൂ. ഇവിടെ ആകുമ്പോൾ 2πfL2 എന്നൊക്കെ വരും. നമുക്ക് അന്ന് പ്രോബ്ലത്തിനൊന്നും ആവശ്യമില്ല, ഞാനത് നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, PDF നോട്ടിന് ഇതിനെക്കുറിച്ച് കുറച്ച് എക്സ്പ്ലനേഷൻ കൂടെ കാണാം. തൽക്കാലം ഇത് മാത്രം അറിയുക, ഒരു ആക്ച്വൽ ട്രാൻസ്ഫോമർ. ഞാനിനി വേറൊരു കണ്ടീഷൻ പറയട്ടെ, നോ ലോഡ് കണ്ടീഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ, നമുക്ക് എന്താണ് സെക്കൻഡറിക്കുള്ള കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ I2ന്റെ വാല്യൂ വളരെ കുറവാണ്. അതുപോലെ തന്നെ എന്താണ്, അതുകൊണ്ടാണെങ്കിൽ I1ന്റെ വാല്യൂ വളരെ കുറവാണ്. അത് കാരണമായിട്ടുണ്ടാകുന്ന Φ(L1) Φ(L2) നമുക്ക് നെഗ്ലക്ട് ചെയ്യാമെന്ന് പറയാം. ഫ്ലക്സ്, ലീക്കേജ് ഫ്ലക്സ് വളരെ കുറവാണ് എന്ന് നമ്മൾ പറയും. പക്ഷെ ലോഡഡ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ I2ന്റെ വാല്യൂ കൂടുതലാണ്, I1ന്റെ വാല്യൂ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ലീക്കേജ് ഫ്ലക്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെയും ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുകയാണ് ആ ലീക്കേജ് ഫ്ലക്സ് കാരണം. കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതേ ഇൻറ്റു എന്താണ് ലീക്കേജ് റിയാക്റ്റൻസ് ചെയ്യുമ്പോൾ Ix എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുകയാണ്. അത് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് V1ഉം പ്രൈമറി ഇൻഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ രണ്ട് വോൾട്ടേജ് ഡ്രോപ്പ് വന്നു. ഒന്ന് റെസിസ്റ്റൻസ് കാരണമായിട്ടുണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ്, അടുത്തൊന്ന് മാഗ്നറ്റിക് ലീക്കേജ് കാരണമായിട്ടുണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ്. ഈ പ്രൈമറിയിൽ ഉണ്ടായിരുന്ന മുഴുവനായിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സും സെക്കൻഡറിയിൽ ലിങ്ക് ചെയ്തിരുന്നുവെങ്കിൽ
നമുക്ക് ഒരിക്കലും ഈ മാഗ്നറ്റിക് ലീക്കേജ് ഉണ്ടാവുമെന്ന് പറയില്ല. പക്ഷേ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോർമർ ഒരിക്കലും മുഴുവനായിട്ടും ഇൻഡ്യൂസ് ചെയ്യില്ല. അത് കുറച്ച് പാർട്ട് എന്തായാലും ലോസ് ആവും. അത് പറയുന്നത് അത് ആ വൈൻഡിങ്ങിൽ തന്നെ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആയി മാറിയെന്നാണ്. ഓക്കെ, അതിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ എന്ത് പറയുകയാണ്, ആ ഒരു ഫിനോമിനെ മാഗ്നറ്റിക് ലീക്കേജ് ലീക്കേജ് റിയാക്ടൻസ് X1 ആൻഡ് X2. നമുക്കൊന്ന് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കാം? പ്രൈമറി സൈഡിൽ ഞാൻ ഇപ്പോഴൊന്നും വൈൻഡിങ് റെസിസ്റ്റൻസ് കാര്യം കൺസിഡർ ചെയ്യുന്നേ ഇല്ല. മാഗ്നറ്റിക് ലീക്കേജ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സോറി, മാഗ്നറ്റിക് ലീക്കേജ് മാത്രം ഒരു ഇൻഡക്ടറിന്റെ ഫോമിൽ വരയ്ക്കാം അല്ലേ. ഇതാണ് X1 ലീക്കേജ് റിയാക്ടൻസ് റിഫേർഡ് ടു പ്രൈമറി. X2 സോറി ലീക്കേജ് റിയാക്ടൻസ് പ്രൈമറി ലീക്കേജ് റിയാക്ടൻസ് പ്രൈമറി ലീക്കേജ് reactance, secondary leakage reactance. ഓക്കെ, ഇനി ഇതേപോലെ നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ ഡിസ്കസ് ചെയ്തു, കോപ്പർ ലോസ് എടുത്തു വെച്ചിട്ട് എനിക്ക് എന്ത് പറ്റും, റെസിസ്റ്റൻസിനെ രണ്ട് സൈഡിലേക്ക് ക്യാൻ ചെയ്യാൻ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യട്ടെ. ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് അപ്പ് എങ്ങനെയായിരിക്കും? ഇവിടെ ഒരു I1 കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്, ഇവിടെ I2 കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും? I1 X1, ഇവിടെ I2 X2. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, പിന്നെ നമ്മളൊരു J കമ്പോണന്റ് ഒക്കെ വരേണ്ടി വരും. വോൾട്ടേജ് വരുമ്പോൾ ഇൻഡക്ടറിൽ കൂടെ ആകുമ്പോൾ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ലീക്കേജ് റിയാക്റ്റൻസും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ടോട്ടൽ ആയിട്ടുള്ളൊരു ഇക്വലന്റ് സർക്യൂട്ടിലോട്ട് നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ കാര്യം ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. അതായത് ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഈ പ്രൈമറി റെസിസ്റ്റൻസിന് ഈ പ്രൈമറി ലീക്കേജ് റിയാക്റ്റൻസിന് സെക്കൻഡറിയിലോട്ടും സെക്കൻഡറി ലീക്കേജ് റിയാക്റ്റൻസിന് പ്രൈമറിയിലേക്കും എനിക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അതപ്പോൾ എങ്ങനെയാണ് നമുക്ക് വരയ്ക്കാൻ കഴിയുക, നമുക്ക് എങ്ങനെയാണ് കാണിക്കാൻ കഴിയുക? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്താണ്, ഈ സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന റിയാക്റ്റൻസ് ലീക്കേജ് റിയാക്റ്റൻസ് ആണ് X2 അല്ലേ. X2 പ്രൈമറിയിൽ ഓൾറെഡി ഉള്ളതാണ് എന്ത്, X1. ഇവിടെ ബാക്കിയൊന്നും ഞാൻ എടുക്കുന്നില്ല, വോൾട്ടേജും കറണ്ട് ഒന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് എനിക്ക് മാഗ്നറ്റിക് ലീക്കേജിന്റെ റിയാക്റ്റൻസ് ആണ് പറയുന്നത്, ലീക്കേജ് റിയാക്റ്റൻസ്. ഓക്കെ, X2 ഞാൻ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്, പ്രൈമറി സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. X2 എന്ന് വെച്ചാൽ സെക്കൻഡറി സൈഡിൽ ഉണ്ടാകുന്ന ലീക്കേജ് ഫ്ലക്സ് കാരണമായിട്ടുണ്ടാകുന്ന ലീക്കേജ് റിയാക്റ്റൻസ് ആയിരുന്നു. എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്, പ്രൈമറി സൈഡിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നത്. കുറച്ച് ഫാസ്റ്റ് പറയുന്നതാണ്, ഇതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, ഡിസ്കഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഫൈനൽ ആയിട്ടുള്ള ഫേസ് ഡയഗ്രം വരയ്ക്കാൻ കഴിയും. അപ്പോൾ ഫുള്ള് കാര്യം പറഞ്ഞിട്ടാണ് എങ്കിൽ ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യുമ്പോൾ ഒരു ഐഡിയ ആവും എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള കാര്യം. ഓക്കെ, ദെൻ എൻ്റെ എയിം എങ്ങനെയാണ്, ഈ ലീക്കേജ് റിയാക്റ്റൻസിനെ പ്രൈമറി സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. എന്തിനാണ് ഷിഫ്റ്റ് ചെയ്യണേ, അത് മാത്തമെറ്റിക്കൽ അനാലിസിസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, പ്രോബ്ലം ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഞാൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിനെ വിളിക്കുന്ന പേരെന്തായിട്ട് മാറുകയാണ്, ഇവിടെ ഓൾറെഡി സോറി നമുക്ക് റെപ്രസെൻറ്റ് എങ്ങനെയാണ്, ഇൻഡക്റ്റൻസ് ലീക്കേജ് റിയാക്റ്റൻസ് ആണ്, ഇൻഡക്റ്റൻസ് പോലെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഓൾറെഡി X1 ഉണ്ട്, ഞാൻ എന്ത് ഷിഫ്റ്റ് ചെയ്യുകയാണ്, X2നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, എങ്ങനെ X2നെ എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുക, എന്താ ഇപ്പോൾ പേര് വിളിക്കണേ, X2 ഡാഷ്. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം, X2 ഞാൻ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ X2 ഡാഷായി പ്രൈമറിയിൽ. X2 ഡാഷിനെ വിളിക്കുന്ന പേരെന്താ, ഇക്വലന്റ് സെക്കൻഡറി ലീക്കേജ് റിയാക്റ്റൻസ് referred to പ്രൈമറി. സെക്കൻഡറിൽ ഉണ്ടാകുന്ന ലീക്കേജ് റിയാക്ഷൻ എങ്ങനെ ഷിഫ്റ്റ് ചെയ്തു, പ്രൈമറിയിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതുക, ഞാനിത് കണ്ടുപിടിക്കുന്നത് കോപ്പർ ലോസ് അല്ല നമ്മളിവിടെ എടുക്കുന്നത് വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. അതായത് വോൾട്ടേജ് ഡ്രോപ്പ് പെർസെൻറ്റേജ് വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ എടുക്കും. അതായത് ഇവിടെ ഉണ്ടായിരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, I2 X2 ആയിരുന്നു അല്ലേ. സെക്കൻഡ് സൈഡിൽ ഫ്ലോ ചെയ്ത കറണ്ട് I2 X2 ഡിവൈഡഡ് ബൈ V2 എന്ന് പറഞ്ഞ ടെർമിനൽ വോൾട്ടേജ് ഉണ്ടായിരുന്നു ഇൻറ്റു 100 ആണ് ഇവിടുത്തെ സെക്കൻഡ് ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ്. ഇത് ഈക്വൽസ് ടു ഞാൻ പ്രൈമറിലോട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്താണ്, I1. ഞാൻ ഷിഫ്റ്റ് ചെയ്ത് എന്താണ്, X2 ഡാഷ്
ഡിവൈഡ് ബൈ എന്തായിരുന്നു V1 ഇൻറ്റു 100. ഇതാണ് സെക്കൻഡറി സെൽ ഉണ്ടായിരുന്ന പെർസെൻറ്റേജ് വോൾട്ടേജ് ഡ്രോപ്പ്. ഇത് ഇത് പ്രൈമറി സെൽ ഉണ്ടായിരുന്ന ഇതിനെ X2നെ പ്രൈമറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് X2 ഡാഷ് വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ്. ഞാൻ എത്തി സ്പീഡ് പറഞ്ഞത് ഇത് നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ സിമിലർലി ടു പറഞ്ഞാൽ മതി. നമ്മൾ റെസിസ്റ്റൻസ് ചെയ്ത പോലെ തന്നെ അതേ ഇക്വേഷൻ തന്നെയായിരിക്കും നമുക്ക് എന്തിനും വരുന്നത്, ലീക്കേജ് റിയാക്റ്റൻസിനും വരുന്നത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് X2 ഡാഷ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, X2 ഡാഷ് ഈക്വൽസ് ടു എനിക്ക് എങ്ങനെ എഴുതാൻ കഴിയും, ഓക്കെ V1 ബൈ V2. X2 ഡാഷ് എനിക്ക് വേണ്ടതല്ലേ, ഇക്വേഷൻ എല്ലാവരും എഴുതി വയ്ക്കുക, 100 കട്ടായി പോകും. X2 ഡാഷ് ഈക്വൽസ് ടു എനിക്ക് എങ്ങനെ എഴുതാം, V1 ബൈ V2 ഇൻറ്റു I2 ബൈ I1 ഇൻറ്റു X2. ഇതാണ് X2 ഡാഷിൻ്റെ ഇക്വേഷൻ. V1 ബൈ V2 എന്ന് പറഞ്ഞാൽ എന്താണ്, V1 ബൈ V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ K, I2 ബൈ I1 എന്ന് പറഞ്ഞാൽ 1 ബൈ K ഇൻറ്റു ബാക്കി X2. ഇക്വേഷൻ വീണ്ടും എന്തായിട്ട് മാറുകയാണ് നമുക്കിവിടെ, X2 ഡാഷ് ഈക്വൽസ് വീണ്ടും എന്ത് തന്നെ മാറുകയാണ്, 1 ബൈ K സ്ക്വയർ ഇൻറ്റു X2. നേരത്തെ നമ്മൾ എന്താണോ റെസിസ്റ്റൻസ് ചെയ്തത് അതേ ഇക്വേഷൻ തന്നെയാണ് മാറുന്നത്. തൽക്കാലം നമുക്ക് അറിയേണ്ട കാര്യം ഈ മാത്തമാറ്റിക്കൽ അനാലിസിസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാറി എന്നുള്ള കാര്യമാണ്. വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ കോപ്പർ ലോസ് അല്ല എടുക്കുന്നത്, കോപ്പർ ലോസ് റെസിസ്റ്റൻസിലാണ് അല്ലേ. ഇവിടെ നമ്മൾ എടുക്കുന്നത് പെർസെൻറ്റേജ് വോൾട്ടേജ് ഡ്രോപ്പാണ്. സെക്കൻഡ് ഉണ്ടാകുന്ന വോൾട്ടേജ് ഡിവൈഡ് ബൈ അവിടുത്തെ വോൾട്ടേജ്, പ്രൈമറി ഉണ്ടാകുന്ന വോൾട്ടേജ് I ഇൻറ്റു ലീക്കേജ് റിയാക്റ്റൻസ് ഡിവൈഡ് ബൈ അവിടുത്തെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഇൻറ്റു 100 ചെയ്തപ്പോൾ കിട്ടിയത് അല്ലേ. ഇത് 1 ബൈ K സ്ക്വയർ ഇൻറ്റു X2 ദാറ്റ് ഈസ് ഈക്വൽ ടു X2 ബൈ K സ്ക്വയർ എന്ന് എഴുതിയാൽ മതി അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു X2 ഡാഷ് ആണ് അല്ലേ, X2 ബൈ X2 ബൈ K സ്ക്വയർ. അതാണ് നമുക്ക് ഇവിടുത്തെ ഇക്വേഷൻ. X2 ബൈ K സ്ക്വയർ കിട്ടുന്ന വാല്യൂ എടുത്ത് നമുക്ക് ഇവിടെ എഴുതിയാൽ മതി. പ്രൈമറി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഞാൻ ഫുള്ള് പ്രൈമറിന് മാത്രം റെഫറൻസ് ചെയ്യും. പക്ഷെ ഇവിടെ ഓൾറെഡി എന്തുണ്ടാവും, R01 കൂടി ഉണ്ടാവും, ഇക്വലന്റ് പ്രൈമറി റെസിസ്റ്റൻസ് കൂടി ഉണ്ടാകും. ഇനി ഈ X1ഉം X2 ഡാഷും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് രണ്ടിനെ ചേർത്ത് എനിക്ക് എങ്ങനെ എഴുതാം, X01 എന്ന് എഴുതാം, X01 എന്ന് എഴുതാൻ പറ്റും. X01 എന്ന് പറഞ്ഞാൽ എന്താണ്, X01 എന്ന് വെച്ച് കഴിഞ്ഞാൽ X1 പ്ലസ് X2 ഡാഷ് ആയിരിക്കും. X1 പ്ലസ് X2 ഡാഷിന്റെ ഇക്വേഷൻ എന്താ, X2 ബൈ K സ്ക്വയർ ആയിരിക്കും. റെസിസ്റ്റൻസ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. K സ്ക്വയർ കൊണ്ട് ഇവിടെ സെക്കൻഡിൽ നിന്ന് പ്രൈമറിലോട്ട് വരുമ്പോൾ K സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചൊരു ഐഡിയ ആകും. തൽക്കാലം ഇത് മാത്രം അറിയുക എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നുള്ള കാര്യം. ഈ X01 വിളിക്കുന്ന പേരപ്പം എന്തായിരിക്കും പറയാ, ഇക്വലന്റ് എന്താണ്, പ്രൈമറി ഇക്വലന്റ് ലീക്കേജ് റിയാക്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി. അതാണ് X01. X01 എന്താണ്, ഇക്വലന്റ് ലീക്കേജ് റിയാക്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി. ഓക്കെ, ഇതേപോലെ എനിക്ക് എന്തും ചെയ്യാം, സെക്കൻഡറി സൈഡിൽ എനിക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും. ഇതേ കണക്കിന് എനിക്ക് എന്തും ചെയ്യാം, സെക്കൻഡറി സൈഡിലും എനിക്ക് വരയ്ക്കാൻ കഴിയും അല്ലേ. എനിക്ക് ഇതേ കണക്കിന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, സെക്കൻഡറിയിലോട്ട് എനിക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ അല്ലേ. സെക്കൻഡിലോട്ട് കണ്ടുവന്നു കഴിഞ്ഞാലും എനിക്ക് എന്ത് ചെയ്യാം, X1നെ സെക്കൻഡറി സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ X1 ഇൻറ്റു K സ്ക്വയർ ആയിട്ട് മാറും. നമ്മൾ വിളിക്കുന്ന നൊട്ടേറ്റ് ചെയ്യുന്ന ലെറ്റർ എന്താവും, X1 ഡാഷ്. ഓൾറെഡി അവിടെ എന്തുണ്ടാകും, X2 ഉണ്ടാകും, അതിൻ്റെ കൂടെ എന്താകും, X1 ഡാഷ് കൂടി മാറും. ഓക്കെ, ഞാൻ തൽക്കാലം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇവിടെ തൊട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാഗ്നറ്റിക് ലീക്കേജ് റിയാക്റ്റൻസ് കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. മാഗ്നറ്റിക് ലീക്കേജ് കാരണമായിട്ടുണ്ടാകുന്ന ലീക്കേജ് ഫ്ലക്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലീക്കേജ് റിയാക്റ്റൻസ് വെച്ചിട്ടാണ്. X1 X2, പ്രൈമറിയിൽ X1, സെക്കൻഡിൽ X2. ഈ X1നെയും X2നെയും രണ്ട് സൈഡിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും. ഞാൻ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സൈഡിൽ എനിക്ക് റെസിസ്റ്റൻസ് ഉണ്ട്, റിയാക്റ്റൻസ് ഉണ്ട്, ലീക്കേജ് റിയാക്റ്റൻസ് ഉണ്ട്, രണ്ടും കൂടെ ചേർത്തിട്ട് ഇംപെഡൻസ് ആവും. അതാണ് ഒരു സൈഡിൽ ഉണ്ടാകുന്ന ടോട്ടൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രതിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപെഡൻസ് ആയിട്ട് മാറും. റെസിസ്റ്റൻസ് ഉണ്ട്, റിയാക്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്റൻസും റിയാക്റ്റൻസും, അതായത് റെസിസ്റ്റൻസും ലീക്കേജ് റിയാക്റ്റൻസും കൂടെ ചേർത്തിട്ടുള്ള ഇംപെഡൻസ് കൂടെ ചേർത്തിട്ടാണ് എൻ്റെ ഫൈനലായിട്ടുള്ള ഫേസർ ഡയഗ്രം ഞാൻ വരയ്ക്കുന്നത്. ലോഡ് കണ്ടീഷൻ, ഇതെല്ലാം ലോഡഡ് കണ്ടീഷനിലെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വെച്ചാൽ വൈൻഡപ്പ് ചെയ്യാണ്.
ഓക്കെ, കാരണം എൻ്റെ സ്ലൈഡിൽ എന്തോ ചെറിയൊരു പ്രശ്നം പറ്റി, എനിക്ക് അടുത്തിലോട്ട് പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മാഗ്നറ്റിക് ലീക്കേജ് വെച്ചിട്ടുള്ള എന്താണ് ലീക്കേജ് ഫ്ലക്സ് കാരണം ഉണ്ടാകുന്ന ലീക്കേജ് റിയാക്റ്റൻസിനെ ഞാനിനി എന്താണ് ഷിഫ്റ്റ് ചെയ്യണത് ഒന്നുകൂടെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞു വെച്ച് തന്നെയാണ്, ഇനിയിപ്പം സെക്കൻഡറി സൈഡിൽ കൊണ്ടുപോകാൻ എന്തായി മാറും, x1 ഡാഷ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യും. ഇക്വലന്റ് പ്രൈമറി ലീക്കേജ് റിയാക്റ്റൻസ് റെഫേർഡ് ടു സെക്കൻഡറി എന്നാണ് നമ്മൾ വിളിക്കുക. ഇക്വേഷൻ വരുമ്പോൾ ഇൻറ്റു കെ സ്ക്വയർ വരും, x1 ഇൻറ്റു കെ സ്ക്വയർ എന്നാണ്. ഓക്കെ, ഇനിയിപ്പം ഫൈനലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും കൂടി വെച്ചുകൊണ്ട് എനിക്ക് റെസിസ്റ്റൻസും ലീക്കേജ് റിയാക്റ്റൻസും വെച്ചിട്ടുള്ള ഇമ്പിഡൻസ് ആകും. അതാണ് ടോട്ടൽ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രതിരോധം, അല്ലെങ്കിൽ ടോട്ടൽ എഫക്റ്റീവ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും വെച്ചാൽ നമ്മൾ ഒരു ഫേസർ ഡയഗ്രം വരയ്ക്കണം. അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് മൊഡ്യൂൾ വൈൻഡപ്പ് ആവും. എന്നിട്ട് ഇതിൻ്റെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കണം. ഈ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള പ്രോബ്ലം ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ റെസിസ്റ്റൻസും ലീക്കേജ് റിയാക്റ്റൻസും ഇമ്പിഡൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇക്വലന്റ് സർക്യൂട്ട് ആദ്യം വരയ്ക്കണം. അതിനുശേഷം നമ്മൾ ടെസ്റ്റുകളാണ് പഠിക്കുന്നത്. ട്രാൻസ്ഫോമറിനെ ഇതൊക്കെ എന്താണ് നമ്മൾ ഇത്രയും കാര്യം പഠിച്ചത്, അത് നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചെടുക്കും. ഒരു ട്രാൻസ്ഫോമർ എൻ്റെ കയ്യിലുണ്ട് എങ്കിൽ എങ്ങനെയാണ് നമുക്കത് കണ്ടുപിടിച്ചെടുക്കാൻ കഴിയുന്നത്, എന്തൊക്കെ ഡാറ്റ തന്നിട്ടുണ്ടാകും, ബാക്കി എന്തൊക്കെ നമുക്ക് കണ്ടുപിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, തൽക്കാലം ഇന്നത്തെ ദിവസത്തെ ആക്ടിവിറ്റി ആയിട്ട് 1 തൊട്ട് എന്താണ് എല്ലാ കുട്ടികളും ഇക്വലന്റ് 1 തൊട്ട് 30 വരെയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, ഇക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറിയുടെ ഇക്വേഷൻ എഴുതുക. 31 മുതൽ 63 വരെയുള്ള സ്റ്റുഡൻസ് എല്ലാവരും ഇക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു സെക്കൻഡറി എഴുതുക. അതായത് 1 മുതൽ എനിക്ക് എഴുതാൻ കഴിയുന്നുണ്ട് 1 മുതൽ 30 വരെയുള്ളവർ R01 ഇക്വേഷൻ എഴുതുക. 31 മുതൽ 63 വരെയുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, R02 ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എഴുതിയിരുന്നാൽ മതി, ടൈപ്പ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് നമുക്ക് വിളിച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി നമുക്ക് പഠിക്കാം. അപ്പോൾ എല്ലാവരും റിവിഷനൊക്കെ ചെയ്ത് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, ശരി, താങ്ക് യു.